എനിക്ക് ലവില് താല്പര്യമില്ല, പക്ഷെ അവൾക്ക് എന്നെ നല്ല ഇഷ്ടമാണ്. അവൾ നിർബന്ധിക്കുന്നു. ആക്ച്വലി ഈ ഇഷ്ടമില്ലാത്ത റിലേഷന് മുന്നോട്ട് പോവില്ല. അതായത് അഭിനയിച്ച് നിന്നിട്ടുള്ള റിലേഷൻ ഒരിക്കലും മുന്നോട്ട് പോവില്ല. നമ്മൾ ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ഫോഴ്സ് ചെയ്യരുത്. ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ട്രൂ ലവ്. അതായത് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സ്നേഹമല്ല റിയൽ സ്നേഹം. കണ്ടറിഞ്ഞ് തരുന്നതാണ് റിയൽ സ്നേഹം. പിന്നെന്ന് പറയുമ്പം ലൈക്ക് നമ്മളടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ലവ് എന്ന് പറയുന്നത് ഈ കാണുന്ന എല്ലാ ബോയ്സിനോടും അല്ലെങ്കിൽ കാണുന്ന എല്ലാ ഗേൾസിനോടും ഒന്നും തോന്നില്ല. അതെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ആളുണ്ടാവും. ആളുടെ അടുത്ത് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുള്ളൂ. സോ എനിക്ക് ഒരാള് നിർബന്ധിക്കരുത്. പിന്നെ നിങ്ങൾ കമ്മിറ്റഡ് ആയി, നിങ്ങൾ ആക്സെപ്റ്റ് ആക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് തെണ്ടിത്തരമാണ്. ഈ ഒരാളെ വൈത്തല നടന്ന് നമ്മളത് ചെയ്യ് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും റിയൽ അല്ല. അവർ ആക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ടാവുക. നേരെ മറിച്ച് ആൾ കണ്ടറിഞ്ഞ് തരുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ രസമാണ്. ആൻഡ് നമ്മൾ ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ പോയിട്ട് ശല്യം ചെയ്യാണ്ടിരിക്കുക. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതായത് വേറൊരാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മെല്ലെ എന്ത് ചെയ്യുക? നമ്മൾ മാറി കൊടുക്കുക. ഒരങ്ങനെ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആവട്ടെ, ദാറ്റ്സ് ഓൾ. ആൻഡ് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരാളെയും ഫോഴ്സ് ചെയ്ത് നമ്മളൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല. സോ ബൈ ഗൈസ്.